ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ഇപ്പൊ SLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടും കാത്തിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നീ പരാജയപ്പെടുത്തല്ലേ അള്ളാഹ്. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് A+ കിട്ടിയില്ലെങ്കിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കാരണം എന്തേ? പടച്ചവനെ ഉമ്മായിക്ക് മക്കളുടെ ഫ്ലെക്സ് പോസ്റ്റ് വെക്കാനുള്ളതാ, കാത്തിരിക്കുക ഫോട്ടോ ആയിട്ട്. A+ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? മക്കളെ മാക്സിമം പീഡിപ്പിക്കുകയാണ്. ഒരു പയ്യൻ എന്നോട് പറഞ്ഞൊരവസ്ഥയുണ്ട്, എൻ്റെ ഉമ്മയുടെ ആർത്തി ഒന്ന് മാറാൻ ദുആ ചെയ്യണം ഉസ്താദ്, അത്യാഗ്രഹം മാറാൻ. ഞാൻ ചോദിച്ചു എന്താ മോനെ? ഉമ്മയ്ക്ക് മൊത്തം A+ വേണം ഉസ്താദ്. ഞാനല്ലേ പഠിക്കണേ, സമാധാനം കിട്ടണ്ടേ? എടോ ഈ A+ വാങ്ങുന്നത് എന്തിനാ? ഉമ്മായിക്ക് ഫ്ലെക്സ് വെക്കാം, വേറെ ഒന്നുമല്ല, സ്റ്റാറ്റസ് ഇടണ്ടേ. എൻ്റെ മക്കൾക്ക് A+ മൊത്തവും കിട്ടിയെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടണം, അതിനു വേണ്ടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓരോ മാതാവും തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ, നമ്മളൊക്കെ ചെറുപ്പകാലം കഴിഞ്ഞു വന്നവരല്ലേ. ഈ ഇരിക്കണ പ്രായമുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ ഒരു മുട്ടായി വാങ്ങിത്താ വാപ്പ, ഒരു സിപ്പപ്പ് വാങ്ങിത്താ വാപ്പ. അല്ലേ? നമ്മൾ നമ്മുടെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയുന്നത് മുട്ടായി വാങ്ങിത്തരാനാ. ഉപ്പ എനിക്ക് അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്ന് പറഞ്ഞ് മക്കൾ പറയുന്നത് അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ മക്കൾ എന്താ പറയണത്? വാപ്പ പൈസ താ വാപ്പ എന്നാ ചോദിക്കണേ, മുട്ടായി വാങ്ങിത്താന്നല്ല പറയണേ, പൈസ താന്നാ പറയുന്നത്. കാരണം എന്തേ? പൈസയോട് ഇന്നത്തെ മക്കൾക്കൊരു വല്ലാത്ത അത്യാഗ്രഹമാണ്. അത് കാരണം ഉമ്മമാരാണ് അങ്ങനെ ആക്കിയത്. ഇവരുടെ ആർത്തി. ഇവർ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് അള്ളാഹയെക്കുറിച്ചോ നബിതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞു കൊടുക്കണേ. നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1ാം റാങ്ക് നിനക്കായിരിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല സാലറി കിട്ടൂ, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. എടാ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ലേ അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ കഞ്ചാവ് കച്ചവടത്തിന് നടക്കാനുള്ള കാരണം എന്താ? ഈ തള്ളയാ പറഞ്ഞു കൊടുത്തത് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി നോക്കുന്നു. എടാ എന്തിനാടോ പണം? എടാ ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് എന്താ? അൽഹംദുലില്ലാ അവനും അവന്റെ കുടുംബത്തിനും എല്ലാ ദിവസവും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നേ? നമുക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും എല്ലാ ദിവസവും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതല്ലേ നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനെന്തിനാ കഷ്ടപ്പെടുന്നേ? അതിനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഉമ്മ നീ ഖുർആൻ നോക്ക്, അള്ളാന്റെ ഖുർആൻ നോക്ക്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ തരാം. അതിനെന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, നിനക്ക് കഴിക്കാൻ ഭക്ഷണമാണോ വേണ്ടേ? ഞാൻ തരാം. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സൂറത്താടാ ഹാഫിള് നിങ്ങളെ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. ഓതറ ചങ്ങായിമാരെ, നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. ഏത് സൂറത്താ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹ അല്ലേ? സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ഈ ആയത്തിന്റെ അകത്ത് അള്ളാഹു പറയുകയാ, 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 നേരം നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ള തരൂന്ന അള്ള പറഞ്ഞ്. നിസ്കരിച്ചാൽ പോരെ, ഭക്ഷണം കിട്ടൂലേ? നിസ്കരിക്കുന്നവന് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നമ്മൾ പഠിക്കേണ്ടത്. അതാ പറഞ്ഞ ഖുർആൻ പഠിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളോട്, പെങ്ങളോട് പറയുന്ന, മക്കളെ തലമറച്ച് നടക്ക്, നീ ഇങ്ങനെ നടക്കല്ലേ, നിന്റെ മുടിയും പുറത്ത് കാണിച്ച് ഔറത്തും പുറത്ത് കാണിച്ച് നീ ഇങ്ങനെ നടക്കല്ലേ. എന്റെ പൊന്നുസ്താദ്, നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ഇതാ ഉസ്താദിന് എന്തെങ്കിലും നടന്നാൽ മതി. ആസ്വദിക്കാനുള്ളത് ജീവിതം. പണ്ട് പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ തലയിൽ തുണിയിടും, ഇന്നത്തെ പെണ്ണുങ്ങൾ ഉള്ളതുകൂടെ ഊരിക്കളയും. അതവസ്ഥ. എടാ ഉസ്താദ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഓവറായി കാണിക്കുന്ന ഒരു കാലം. ഇത് പറയുമ്പോ കളിയാക്കല, ഇത് പറയുമ്പോ പരിഹാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു പറഞ്ഞാലും കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ,
ഉസ്താദേ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചോ മക്കള്, നല്ലതുപോലെ ആസ്വദിച്ചോ മക്കള്. അള്ളാനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നോ. എന്നാൽ അങ്ങനെ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഖുർആനിലെ ഒരായത്താ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് ഇതാണല്ലോ. ഇനി അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയുമോ പെങ്ങള്? വഅദകൾ കാമെന്ന പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആസ്വദിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചരിത്രം പറയുകയാണ്. ഒരിക്കൽ സഹാബത്ത് യുദ്ധത്തിന് പോവുകയാണ്. സഹാബത്ത് യുദ്ധത്തിന് പോയപ്പോ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സഹാബികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി, അവളോട് വല്ലാത്ത പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറയുകയാണ്. എല്ലാവരും പറഞ്ഞു വേണ്ട മോനെ, വേണ്ട മോനെ. അനുസരിക്കാതെ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് ചെന്ന് തന്റെ ആഗ്രഹം പറയുകയാണ്. ആ പെണ്ണ് പറഞ്ഞു യഹൂദിയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു നീ എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ, നിന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് നീ ഞങ്ങളുടെ മതത്തിൽ വന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. പടച്ച റബ്ബേ, എല്ലാവരും ഉപദേശിച്ചിട്ടും അവൻ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം ആ പെണ്ണിന്റെ യഹൂദ മതത്തിലേക്ക് കടന്നു ചെന്നു. അവസാനം ആ പെണ്ണുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, യുദ്ധം പോലും പരാജയപ്പെട്ടു. അവസാനം ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്ന ഗ്രാമത്തിലൂടെ പോകുമ്പോ പണ്ട് കൂടെ വന്നൊരു പെണ്ണിനെ കണ്ടു മതം മാറിയ ഒരു ചെറുപ്പക്കാരനെ ഓർമ്മ വന്നു. അവസാനം തിരയുകയാണ്, കണ്ടുപിടിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അവസാനം അവനെ കണ്ടപ്പോ അവന്റെ ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ചോദിച്ചു, മോനെ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ പഠിച്ചവനായിരുന്നല്ലോ, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? വല്ലതും ഓർമ്മയുണ്ടോ? ആ മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ? എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ, ഒരേ ഒരായത്തെ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിന്നോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഏതായത്ത് മറന്നാലും ഈ ഒരായത്ത് മറക്കല്ലേ, ഈ ഒരായത്ത് മറക്കല്ലേ. ഏതായത്താണെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ സിറാജ്? എവിടെ പോകാനാടാ സിറാജ്? നീ എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവരുമടാ. അമ്മ സിറാജിനോട് പറയുകയാണ്, നീ എത്ര ഉയരങ്ങളിലെത്തിയാൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും സിറാജേ, നീ
ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് മടങ്ങി വരുമടാ. നീ ഓർത്തു വെച്ചോ സിറാജ്, നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. ഓം തോടിയാ എവിടെ വരെ പോകും, നീയൊക്കെ എവിടെ വരെ പോകാനാ? വീഴുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു ദിവസം വീഴുമ്പോൾ നിന്റെ വാപ്പ പോയതുപോലെ നീയും പോകും ബാപ്പാ. നിന്റെ ഉമ്മ പോയതുപോലെ ഒരു ദിവസം നീയും പോകേണ്ടവരാ. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാ. ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ കളിയും തമാശയുമായി അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരെ അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, നിനക്ക് ഞാൻ ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചവനെ മറക്കല്ല്, ഖുർആനിനെ ബഹുമാനിക്ക്, ഖുർആനിനെ ആദരിക്ക്, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. ഇല്ലെങ്കിൽ പടച്ചവനെ ഖസറ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈമാനില്ലാത്ത മരണമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ. പഠിച്ചവരെ, അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരുന്നത്. കണ്ടില്ലെന്ന് നടിക്കല്ലേ, കൊടുക്കാതെ ഇരിക്കരുത്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുത്ത ആ ബക്കറ്റിന്റെ അകത്തിട്. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. നിനക്കാണ് പ്രയോജനമുള്ളത്. അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പടച്ചവനെ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, പടച്ചവനെ, മാരകമായ രോഗങ്ങൾ, ഇതിനെ തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് പവറുണ്ടോ? എപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ കേൾക്കുന്നവരാടോ. അപകടങ്ങൾ പടച്ചവനെ ഇപ്പൊ അടിവാരത്ത് നിന്ന് കയറി വരുമ്പോ അതാ എത്ര ദൂരമാണ് ബ്ലോക്ക്. പടച്ചവനെ, ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്. ഓരോ ദിവസം എത്ര അപകടങ്ങൾ കാണുന്നവരാണ്. നമ്മളും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ലേ, റോഡിലൂടെ പോകുന്നവരല്ലേ. സദഖ അപകടങ്ങളെ തട്ടിമാറ്റുമടോ, ദുരന്തങ്ങളെ തട്ടിമാറ്റുമടോ. പടച്ചവനെ, രോഗങ്ങൾ ഉസ്താദ്, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. ക്യാൻസർ വല്ലാതെ പടരുകയാണ്, ക്യാൻസർ വല്ലാതെ പടരുകയാണ്, കിഡ്നി രോഗങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നിന്നവൻ വീണു പോകുന്ന അപകടങ്ങളാണ്. പടച്ചവനെ, ഇന്നലെയാണ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, എന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന 13 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവനെ തിരുവനന്തപുരം ICU വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കിംസ് ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ 13 വയസ്സുള്ള ചിരിച്ചും കളിച്ച് നടന്ന പൊന്നുമോള്. പനിയില്ല, രോഗങ്ങളില്ല. പടച്ചവനെ, പെട്ടെന്ന് വീഴുകയാണ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ആ പൊന്നുമോളോട് കരുണ കാണിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ രോഗങ്ങളെ തട്ടിമാറ്റുമടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ
അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹിന് ചില അടിമകളുണ്ട്, ചിരിച്ചും കളിച്ചും നടന്ന പൊന്നുമോള്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന പൊന്നുമോള, ഇങ്ങനെ പെട്ടെന്നൊന്ന് പേടിച്ചു, വായിലൂടെ പതയും നുരയും വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററില യതീമായ പൊന്നുമോള. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം രോഗങ്ങളാണ്. എൻ്റെ കൂടെ വന്ന ഷഹീർ ബദരി, അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഈ മാനന്തവാടിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഓട്ടോയിൽ ഓടിച്ച് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഡയാലിസിസ് ചെയ്യുകയാ, ദുആ ചെയ്യണം. അപ്പം എൻ്റെ കൂടെ വന്ന പയ്യൻ ചോദിച്ചു, കിഡ്നി മാറ്റി വെച്ചില്ലേ? മാറ്റി വെച്ചു ഉസ്താദെ. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പോയി, 2-3 വർഷം കഴിഞ്ഞപ്പോൾ അത് അടിച്ചുപോയി. അപ്പൊ ചോദിച്ചു, എന്തേ നോക്കിയില്ലേ? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്ക്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി, എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാറില്ല, ഇടവിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല, ഇടവിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും കഴിക്കണ്ടേ? നിങ്ങൾ കിഡ്നി മാറ്റിവെച്ച ആളല്ലേ, നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ചോദിച്ചപ്പോ എന്തേ നിങ്ങൾ ഗുളിക കഴിക്കാതെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഒരാഴ്ചയിൽ 5000 രൂപയുടെ മരുന്ന് വേണം ഉസ്താദെ, ഞാൻ എവിടുന്ന് മേടിക്കാനാ? ഒരാഴ്ചയിൽ 5000 രൂപയുടെ മരുന്ന് കഴിക്കണം. എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു സഹോദരന് ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എടോ, ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ സദഖ കൊണ്ട് നമുക്കാ പ്രയോജനം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന 40ഓളം മക്കൾ ഇവിടെ ഇല്ലേ? ആ മക്കൾക്ക് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പ സദഖ. എല്ലാവരും അൽഹംദുലില്ലാഹ്, ഒരാളും ഇല്ലെന്ന് പറയരുത്, ഒരാളും ഇല്ലെന്ന് പറയാം. ബക്കറ്റ് എടുത്തില്ലേ പാപ്പാ? എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദഖ. അൽഹംദുലില്ലാഹ്, ഒരാളും ഇല്ലെന്ന് പറയരുത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് മനസ്സിൽ കരുതു. പടച്ചവനെ, ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഞാൻ കൊടുക്കുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണം, എന്നെ അറുത്തു മുറിക്കരുത്, എന്നെ രക്ഷപ്പെടുത്തണം. നല്ല ഒരു നീയത്തോടെ അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളതിലൊരു നല്ല സദഖ ബിസ്മില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. റഹ്മാൻ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹ് കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്, ഒരു പനിയാക്കി മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്തവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്
പറയുന്നത്, അല്ലാഹുവിന്റെ കലാമ കേട്ട് പരിഗണിക്കാതെ നിസാരമാക്കി നടക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? കേൾക്കണേ ഉപ്പമാരെ, കേൾക്കണേ ഉമ്മമാരെ, അല്ലാഹു പറയുന്നു, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. അല്ലാഹു പറയുകയാണ്, ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്, സാമ്പത്തികമായി എങ്ങനെയുണ്ട്? ഈ സദസ്സിലിരിക്കുന്നവർക്ക് പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ, ഉസ്താദേ എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. നല്ല കച്ചവടമുണ്ടായിരുന്ന കടയാണ്, നല്ല വരുമാനമുണ്ടായിരുന്ന ബിസിനസ്സാണ്, എല്ലാം പോയി ഉസ്താദ്, എല്ലാം പോയി ഉസ്താദ്. സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വല്ലാത്ത ബാധ്യതയാണ്, മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകുകയാണ്. നീ തന്നെ പറയുകയാണ് മരിച്ചാ മതിയെന്ന്, നീ തന്നെ പറയുന്നു മരിക്കാ തോന്നുന്നെന്ന്. എന്തു പറ്റി സഹോദരാ? സാമ്പത്തികമായി തകരാറ്, സാമ്പത്തികമായി തകരാറ്, ബിസിനസ് മുഴുവനും തകർന്നു പോകാറ്. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല വരുമാനമുള്ളവനായിരുന്നു, നല്ല കച്ചവടമുള്ളവനായിരുന്നു, എല്ലാം പോയല്ലോ, എല്ലാം പോയല്ലോ. അതിന്റെ കാരണം തെരഞ്ഞു നടക്കുകയല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ആരും സിഹർ ചെയ്തതിന്റെ പേരിലല്ല. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തകരാറുള്ള കാരണമെന്താ? നീ ഖുർആൻ കേട്ടാ പരിഗണിക്കുന്നവനാണോ? അല്ലാഹുവിന്റെ ഖുർആനിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുന്നവനാണോ? നീ കൊടുക്കാത്തതിന് റബ്ബ് തന്ന ശിക്ഷയാണോ? നിങ്ങളെ സാമ്പത്തികമായി തകർത്ത് കളഞ്ഞത്, നിന്നെ കൊണ്ട് തന്നെ മരിച്ചാ മതിയെന്ന് പറയിപ്പിച്ചത് പടച്ച റബ്ബാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നീ ഇങ്ങനെ തകരാനുള്ള കാരണം എന്താ? അല്ലാഹു പറയുകയാണ്, നിന്റെ മഈസത്ത് അല്ലാഹു തകർത്തല്ലോ, നിന്റെ മഈസത്ത് അല്ലാഹു തകർത്തല്ലോ, നിന്റെ കച്ചവടം മുഴുവനും അല്ലാഹു ഒന്നുമില്ലാതാക്കിയല്ലോ. എന്തേ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. എല്ലാം പോയില്ലേ, അല്ലാഹു ഞെരുക്കമാക്കിയില്ലേ, നിന്റെ ജീവിതം ഇടുക്കമാക്കിയില്ലേ, നിന്നെ അല്ലാഹു പിടിച്ചു കെട്ടിയില്ലേ, സമാധാനമില്ലാതെയായില്ലേ, സന്തോഷമില്ലാതെയായില്ലേ. പടച്ചവനെ സാമ്പത്തികമായി തകർന്നു പോയല്ലോ. അതിന്റെ കാരണം അല്ലാഹു പറയുകയാണ്, ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ലാഹുവിന്റെ കലാമിനെയല്ലേ നീ നിസാരമാക്കിയത്, അല്ലാഹുവിന്റെ കലാമിനെയല്ലേ നീ കളിയാക്കിയത്, അല്ലാഹുവിന്റെ ഖുർആനിനെയല്ലേ നീ ബഹുമാനിക്കാതെ ഇരുന്നത്. അതിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു ദുനിയാവിൽ നിനക്ക് തരുന്ന ശിക്ഷയാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. പടച്ചവനെ ദുനിയാവ് നഷ്ടപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ ശിക്ഷ എന്താണ്? ഇനി രണ്ടാമത്തെ ശിക്ഷ എന്താണ്? ദുനിയാവ് പോയടോ, ദുനിയാവ് പോയടോ, സർവ്വതും നഷ്ടമായടോ. അല്ലാഹു പറയുകയാണ്, ദുനിയാവ് നഷ്ടപ്പെട്ടു. ഇനി ആഖിറത്തിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഖാല റബ്ബി ലിമ ഹസർതനി അഅ്മാ വഖദ കുന്തു ബസീറാ. പടച്ചവനെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ ഇറങ്ങി വരികയാണ്. ഖബറിനകത്ത് നിന്ന് കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, അന്ധനെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ തന്നെ അല്ലാഹുവോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണാമായിരുന്നു, എനിക്ക് ചെവി കേൾക്കാമായിരുന്നു, ഇന്ന് കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. എന്തു പറ്റി തമ്പുരാന്, എന്തു പറ്റി തമ്പുരാന്? അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖാല കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നീ അഭിനയിച്ചവനല്ലേ? ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ നീ അഭിനയിച്ചവനല്ലേ? കാണാത്തവനെ പോലെ ഇരുന്നവനല്ലേ? അല്ലാഹു തന്നത് കൊടുക്കാൻ മനസ്സില്ലാതെ അഭിനയിച്ചവനല്ലേ? നീ പൊട്ടം കളിച്ചവനല്ലേ? നീ പൊട്ടം കളിച്ചവനല്ലേ? അല്ലാഹു പറയുകയാണ്, നീ എന്ന് അഭിനയിച്ചല്ലോ.
അല്ലാഹു പറയുകയാണ്, നീ അന്ന് അഭിനയിച്ചല്ലോ, ഇന്ന് നിന്നെ എങ്ങനെയാക്കിയിരിക്കുകയാണ്. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, നാളെ നാണം കെട്ടവനായി പരലോകത്ത് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഉസ്താദെ, നല്ല വരുമാനം ഉണ്ടായിരുന്നു ഉസ്താദെ, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം പോയി. അള്ളാഹു പറയുകയാ, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ മഈശത്തിൽ അള്ളാഹു പിടുത്തം വിടും. നിന്റെ മഈശത്തില്, നിന്റെ ബിസിനസ്സില്, നിന്റെ കച്ചവടത്തില്, നിന്റെ വരുമാന മാർഗത്തില്, നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഇടുക്കം തരും, പ്രയാസം തരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതം മുഴുവനും നീ തന്നെ പറയുന്നല്ലോ, നിനക്ക് പണമില്ലാഞ്ഞിട്ട, നിനക്ക് വീടില്ലാഞ്ഞിട്ട, നിനക്ക് മക്കളില്ലാഞ്ഞിട്ട, വാഹനമില്ലാഞ്ഞിട്ട, അള്ളാഹ് നിനക്ക് എല്ലാം തന്നു. നീ എന്നിട്ടും പറയുന്നു മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ അള്ളാഹു തരുന്ന ശിക്ഷ, നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിനക്ക് കണ്ണ് കാണൂല, നിനക്ക് ചെവി കേൾക്കൂല. അള്ളാഹ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ കണ്ണ് കാണുമായിരുന്നല്ലോ അള്ളാഹ്. ഇപ്പൊ ബക്കറ്റ് മുമ്പിൽ വന്നു, ആർക്ക് വേണ്ടിയാ വന്നേ? ഈ ഇരിക്കണ മക്കൾക്ക് വേണ്ടി. നിനക്ക് കണ്ണ് കാണുമായിരുന്നോ? നീ അഭിനയിച്ചില്ലേ? അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരു 10 രൂപ എടുത്ത ബക്കറ്റിന്റെ അകത്തിടാൻ നിനക്ക് മനസ്സ് വന്നില്ലല്ലോ. നീ അഭിനയിച്ചില്ലേ? കാണാത്തവനെ പോലെ നടന്നില്ലേ? അള്ളാഹു പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോഴും നിന്നെ അള്ളാഹു അങ്ങനെ ആക്കിക്കളയും. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങിയാൽ നിനക്ക് വേണ്ടത് മുഴുവനും അള്ളാഹു തരും. നിനക്കെന്താ വേണ്ടത്? എല്ലാം അള്ളാഹു നിനക്ക് തരും. വാരിക്കോരി റബ്ബ് തരും. നീ ബഹുമാനിക്ക്, ആ ഖുർആനിനെ നീ ആദരിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുപറ്റി നമുക്ക് സമാധാനം ഇന്ന് ലോകത്തില്ല? ഇന്ന് മനുഷ്യന്മാർക്കില്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം സമാധാനമാണ്. പണക്കാരൻ, ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന 2 നില വീടുള്ളവനുണ്ട്, കാറുള്ളവനുണ്ട്, പണമുള്ളവനുണ്ട്, ഭാര്യയുള്ളവനുണ്ട്, മക്കളുണ്ടവനുണ്ട്. അള്ളാഹു എല്ലാം നിനക്ക് തന്നു. സമാധാനം തന്നോ? ഇല്ല. ഇരിക്കുന്ന സഹോദരിമാര് ശരീരത്തിൽ സ്വർണത്തിന് 70,000 രൂപ വിലയുണ്ട്, ഇപ്പോഴും 10 പവൻ ഇട്ടിട്ടുണ്ട് ഓള്. അവൾക്ക് തിന്നാനും കുടിക്കാനും ധരിക്കാനും സഞ്ചരിക്കാനും കിടക്കാനും അള്ളാഹു എല്ലാം വാരിക്കൂരി കൊടുത്തു. പക്ഷെ പെങ്ങളുടെ മുഖത്ത് സന്തോഷമില്ല. കാരണം എന്തേ? സമാധാനമില്ല. എന്തേ അതിൻ്റെ കാരണം? സമാധാനമാണ് ഇന്ന് ലോകത്തില്ലാതെ പോയിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സമാധാനം പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, അത് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. സമാധാനം എന്ന് പറയുന്നത് അള്ളാഹു തരണം. ആ സമാധാനം കിട്ടാനുള്ള വഴി എന്താണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. ഖുർആൻ പറയുന്നു, ഒരാൾക്ക് വീട് സമാധാനം കൊടുക്കുമെന്ന്. നിനക്ക് വീടുണ്ട്, ആ വീട്ടിൽ നിനക്ക് സമാധാനമുണ്ടോ? ഉസ്താദിൻ്റെ അടുക്കം വന്നിട്ട് ചോദിക്കും, ഉസ്താദെ, എൻ്റെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കണേ ഉസ്താദെ. വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? അടുക്കള അങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? ബാത്റൂം ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? ഇതൊന്നുമല്ലടോ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അതൊന്നുമല്ല. നിന്റെ വീടിൻ്റെ വാതിൽ തിരിഞ്ഞതോ അടുക്കള തിരിഞ്ഞതോ ഒന്നുമല്ല കാരണം. നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം എന്താ? ബറക്കത്തില്ല, റഹ്മത്തില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ, മക്കൾ കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനെ പോലെ തല്ലുകയാ. ആരെങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഇല്ല, വൈക്കവും ഇല്ല, ഒന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്താ? നമ്മുടെ വീടിൻ്റെ അകത്ത് എല്ലാം നശിച്ചു പോകാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം ഞാൻ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? മടുത്തെങ്കിൽ പറയണം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയേക്കണമെന്നാ. നിങ്ങൾക്ക് മടുത്തെങ്കിൽ പറഞ്ഞേക്കണം. നിർത്തണോ പറയണോ? നിങ്ങളൊക്കെ മിണ്ടാതിരിയുടെ മുത്തല്യങ്ങൾ. നിങ്ങൾ പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴെല്ലാം ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇവിടെ നമ്മൾ ചുമ്മാതെ ഉസ്താദിൻ്റെ അടുക്ക പോവാ. ഉസ്താദെ, സമാധാനമില്ല ഉസ്താദെ വീട്ടിൽ.
എത്ര പൈസ കിട്ടിയിട്ടും തികയുന്നില്ല. അടിയും വഴക്കും ബഹളവും ഉസ്താദെ. എന്താണെന്ന് അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും മുട്ട വല്ലതും കുഴിച്ചിട്ടോ എന്ന് അറിയത്തില്ല. മുട്ട കുഴിച്ചിട്ടതല്ല കാക്ക. ചിലർ ചോദിക്കുന്നത് ഉസ്താദെ വാതിലിന് വല്ല കുഴപ്പമുണ്ടോന്നാ. വാതിൽ അടിപൊളി വാതിലല്ലേ, എന്താ കുഴപ്പം? അടുക്കള ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? ബാത്റൂം അങ്ങോട്ട് കന്നിമൂല തിരയുക. അപ്പോൾ വീടും കെട്ടി കുറേ കാലം താമസിച്ചിട്ടാ മൂല തിരയുന്നത്. എടാ ചങ്ങാതി, അത് ആദ്യം തിരയണമായിരുന്നു. കന്നിമൂല ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, തിരയേണ്ട സമയത്ത് തിരയണമായിരുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് പരിഹരിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം കിട്ടും. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 11 മണി വരെ ഇരിക്കുകയല്ലേ? 11 മണി വരെ ഇരിക്കുകയല്ലേ? ഞാനും ഇരുന്നോട്ടേപ്പാ. എത്തിവേ ഇരുന്നോട്ടെ. കാല് വേന എടുക്കുന്നോ സമരം. ഇരുന്നോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ഫാത്തിഹ ഓതിക്കേ. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എടോ, നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ വീടിൻ്റെ അകത്ത് കണ്ണുനീര് വീഴുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ വീടിൻ്റെ അകത്ത് കണ്ണുനീര് വീഴുന്നുണ്ട്. കണ്ണുനീര് വീഴുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവോ? ബറക്കത്തുണ്ടാവോ? ഒരു വീടിൻ്റെ അകത്ത് കണ്ണുനീര് വീണാൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകില്ല. അപ്പം നിന്റെ വീട്ടിൽ വീഴുന്ന കണ്ണുനീരേതാ? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് കരയുമെന്ന. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് അവർക്ക് നല്ലതല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ആ നാട്ടുകാരറിയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിൽ സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം, ഒരു വീട്ടിൽ ഖുർആനുണ്ട്, ഒരു വീട്ടിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ, ഖുർആൻ എടുക്കുന്നില്ലെങ്കിൽ, ഖുർആൻ വീടിൻ്റെ അകത്തിരുന്ന് കരയും. ആ കണ്ണുനീര് വീണ പിന്നെങ്ങനെ ബറക്കത്തുണ്ടാകും? എടോ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഖുർആൻ. സൗദി പോയിട്ട് ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് നിരത്തി വെച്ചിട്ടുണ്ട്. തൊടാറെങ്കിലും ഉണ്ടോ ചങ്ങാതി അത്? എടോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിൻ്റെ അകത്തുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ, ആ ഖുർആൻ എടുക്കുന്നില്ലെങ്കിൽ, ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീരാണ് നിന്റെ വീട്ടിലെ സർവ്വതും തകർത്ത് കളഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര പേര് ഓതിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം? ഒന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ. നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഖുർആൻ തൊട്ട ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അടുത്ത ആഴ്ചയിൽ എപ്പോഴാതൊന്ന് തൊട്ട് നോക്കിയിട്ടുള്ളത്? നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. കാണാതെ ഓതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യണം. കണ്ടോതുന്നതിന് പ്രതിഫലം കൂടുതലാ, കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലമാ കണ്ടോതിയാൽ. ഖുർആൻ കണ്ടോതുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. അപ്പൊ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മൾ തുറന്നുപോലും നോക്കാറില്ല. അപ്പൊ പിന്നെ ഖുർആൻ കരയലല്ലാതെ വെറുതെ ചെയ്യാൻ. ആ ഖുർആൻ കരയുന്നത് കൊണ്ടാണ് നിന്റെ വീട്ടിലെ സർവ്വതും നഷ്ടപ്പെട്ടു പോയത്. എടോ, നീ നിന്റെ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിക്ക്. ഇന്ന് നിനക്ക് ആകെ ഉള്ളത് 2 പെൺമക്കളാ. നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുക. എന്തിന്? മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, ചെലവിന് കൊടുക്കണം, മക്കളെ പഠിപ്പിക്കണം. വല്ലാത്ത ടെൻഷൻ. എന്നാ ഞാൻ ചോദിക്കട്ടെ, 15 കൊല്ലം മുമ്പ് നിന്റെ വാപ്പ ഇവിടെ ജീവിച്ചിരുന്നു. വാപ്പായ്ക്ക് വല്ല ടെൻഷനും ഉണ്ടായിരുന്നു? എടാ, നിനക്ക് തിന്നാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, നിനക്കൊന്നിനും സമയമില്ല. എന്നിട്ട് നീ രാവും പകലും അധ്വാനിച്ചിട്ട് പറയുന്നു ഒന്നുമില്ല. എന്നാൽ നിന്റെ വാപ്പ നോക്കിക്കേ, മഗ്‌രിബ് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ആ ചങ്ങാതി 9 മണിക്ക് മുമ്പ് കിടന്നുറങ്ങും. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. വാപ്പ ലോൺ എടുത്തിട്ടാണോ വീട് വെച്ചേ? വാപ്പ പിരിവെടുത്തിട്ടാണോ പെങ്ങളെ കെട്ടിച്ച്? അല്ലല്ലോ. എന്തേ അതിൻ്റെ കാരണം?
ഇവിടെ നമ്മുടെ കൊട്ടാരങ്ങളിൽ ഇന്ന് കോടികൾ ചെലവഴിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിൻ്റെ അകത്ത് കിട്ടാത്ത സന്തോഷം നമ്മുടെ തറവാടായ കുടുംബ വീട്ടിൽ ആ ഓല ഷെഡിനകത്ത്, ആ ഓടിട്ട വീടിൻ്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, തമ്മിലടിയും വൈരാഗ്യമില്ല. അന്ന് കൂടപ്പറപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹം, ഇന്ന് കൂടപ്പറപ്പാ കൂടോത്രം ചെയ്യുന്നത്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എടാ, അന്ന് ജ്യേഷ്ഠനും അനുജനെന്ന് പറഞ്ഞാൽ ചങ്കുകളാ. എൻ്റെ അനിയൻ ജീവൻ കളയും. ഇന്ന് നിന്റെ അനിയനാ പറയണേ, ഞാൻ മരിച്ചാൽ പോലും നീ എൻ്റെ വീട്ടിൽ കയറിയേക്കരുത്. എന്തു പറ്റി നമുക്ക്? എന്താണ് അതിന് സംഭവിച്ചത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഉമ്മ ഒളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ അങ്ങോട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ഈ ദിക്റും പറഞ്ഞിങ്ങനെ ഇരിക്കും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ ഖുർആനും എടുത്തിട്ട് അങ്ങോട്ട് ഇരിക്കും. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യും, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യും, സൂറത്തു സജദ പാരായണം ചെയ്യും, സൂറത്തു യാസീൻ പാരായണം ചെയ്യും. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. നമ്മുടെ ഉമ്മമാര് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ, എന്താ പ്രത്യേകത? സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ഏത് വീടിൻ്റെ അകത്ത് പാരായണം ചെയ്യുന്നുണ്ടോ അള്ളാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടോ, സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല. നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാത്തതിന്റെ കാരണം കഞ്ഞിയും പയറും ആയിരുന്നെങ്കിൽ വയറ് നിറയും ചങ്ങാതി. അത് എന്ത് കഴിച്ചാലും അൽഹംദുലില്ലാഹ് ഒരു ബർക്കത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഏത് വീടിൻ്റെ അകത്താണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. വാപ്പ ഇങ്ങനെ ടെൻഷൻ അടിക്കാറില്ല, മോളെ കെട്ടിക്കണം, എവിടെ അല്ലാ പൈസ ഇല്ല, അല്ലാ. വാപ്പായ്ക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നതോ. ദാരിദ്ര്യം അല്ലാഹു ആ വീട്ടിൽ കൊടുക്കില്ല. സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അവന്റെ 6 അടി മണ്ണിനകത്ത് വെളിച്ചമുണ്ടാകും. ആ സൂറത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഒരിക്കൽ ഒരു സഹാബി യാത്ര ചെയ്തു വരുമ്പോൾ ക്ഷീണം കാരണം ഒരിടത്ത് കിടന്നുറങ്ങി. നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴാ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കണം മരുഭൂമിയിൽ. ഈ ചങ്ങാതി ചാടി എഴുന്നേറ്റിട്ട് നോക്കി, ആരാ അല്ലാഹ് ഖുർആൻ ഓതുന്നേ? വെളിയിൽ ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. പിന്നെയും വന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഖുർആൻ ഓതുന്നു. ചാടി എഴുന്നേറ്റ് പിന്നെയും പുറത്തിറങ്ങി, ആരെയും കാണുന്നില്ല. സഹാബിക്ക് പേടിയായി. 3ാമത് കിടന്നുറങ്ങുമ്പോൾ സഹാബിക്ക് മനസ്സിലായി ഖബറിന്റെ മുകളിലാ കിടക്കുന്നത്, ഖബറിനകത്തിരുന്നിട്ടാ ഖുർആൻ ഓതുന്നേന്ന്. പേടിച്ചു വിറച്ചു. രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വല്ലാത്ത അത്ഭുതത്തോടു കൂടി പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, അതിപ്പോ എന്താ വലിയ അത്ഭുതം? എന്താ അതിനെത്ര വലിയ അത്ഭുതം? എന്താ? എടോ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യ്. അതിന്റെ പ്രയോജനം 6 അടി മണ്ണിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. തങ്ങന്മാരെ കാണുമ്പോൾ, ഉസ്താദന്മാരെ കാണുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറ്, ഒന്ന് ദുആ ചെയ്യ് ബറക്കത്തിന്. തങ്ങന്മാരെയും സയ്യിദന്മാരെയും ഉസ്താദന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്തിനാ? ദുആ ചെയ്യാൻ. സൂറത്തു റഹ്മാന് പാരായണം ചെയ്താൽ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാ ഒരു സ്വഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ വീടിന്റെ പുറത്ത് കുതിരകൾ കിടന്നിട്ട് ചാടുകയാ. പേടിച്ചു വിറച്ചു പുറത്തിറങ്ങി നോക്കുമ്പോൾ അടങ്ങി നിൽക്കുന്നു. പിന്നെയും അകത്ത് കയറി ഖുർആൻ ഓതാൻ തുടങ്ങി. പിന്നെയും ചാടാൻ തുടങ്ങി. പുറത്തു വരുമ്പോൾ നിശബ്ദമാകുന്നു. അവസാനം ഖുർആൻ മടക്കി വെച്ചിട്ട് സഹാബി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കെട്ടിയിരുന്ന മൃഗങ്ങളൊക്കെ വല്ലാതെ ബഹളം വെക്കുന്നു. ഖുർആൻ നിർത്തിയപ്പോൾ അത് മിണ്ടാതെ നിൽക്കുന്നു, എന്തുപറ്റി? നബിതങ്ങൾ ചോദിച്ചു, നീ ഏത് സൂറത്താ പാരായണം ചെയ്ത്? സൂറത്തു റഹ്മാൻ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് നബിയനാ റസൂലുള്ളാഹി.
സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നു. അത് കണ്ടിട്ടാ, ആ നാൽക്കാലിക്ക് അത് കാണാമല്ലോ, അത് കണ്ടിട്ടാണ് അത് കിടന്ന് ബഹളം വെച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന് അത് പാരായണം ചെയ്താൽ. സൂറത്തു സജദ പാരായണം ചെയ്താൽ ഉംറ ചെയ്ത കൂലിയുണ്ട്. സൂറത്തു യാസീൻ എന്തിനു വേണ്ടി ഓതിയോ നീ എന്ത് ദുആ ചെയ്താലും ഉത്തരമുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ നമ്മുടെ ഉമ്മ നമ്മുടെ ചെറിയ കുടിലിനകത്ത് മഗ്രിബ് കഴിഞ്ഞാൽ വാഖിയ ഓതും, മുൽക്ക് ഓതും, റഹ്മാൻ ഓതും, സജദ ഓതും, യാസീൻ ഓതും. നിന്റെ കൊട്ടാരത്തിൽ നിന്റെ ഭാര്യ 6 മണി കഴിഞ്ഞ ടിവിയുടെ മുമ്പിൽ വന്നിരിക്കും, റിമോട്ട് എടുക്കും, ഏഷ്യനെറ്റ് നിൽക്കും, മഴവിൽ മനോരമ നിൽക്കും, കൈരളി നിൽക്കും, ഓരോ ചാനലും നെക്കിക്കൊണ്ടിരിക്കും. ഇതാണ് നിന്റെ വീടിന്റെ പ്രശ്നം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീര നിന്റെ വീടിന്റെ സമാധാനവും നിന്റെ വീടിന്റെ സന്തോഷവും ബറക്കത്തുമെല്ലാം നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് പെങ്ങളെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഒന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അൽഹംദുലില്ലാഹ് വീടിന്റെ പുറത്ത് നിന്ന് ഒതുവെടുക്കുകയാണ്. എന്നിട്ട് വാതിൽ തുറന്ന് വീടിന്റെ അകത്ത് കയറിയ ആദ്യം ചെന്നിട്ട് ഖുർആൻ എടുക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പടച്ചവനെ ആ പൊടിയൊന്ന് തുടച്ച് കളയണേ പെങ്ങള്. ഒരായത്തെങ്കിലും പാരായണം ചെയ്യണേ. ആ ഖുർആനിനെ ഒന്ന് ചുംബിക്കണേ. ആ കണ്ണുനീരൊന്ന് തുടയ്ക്കണേ. എങ്കിൽ നിന്റെ വീട്ടിലേക്ക് അല്ലാഹുവേ സർവ്വതമ കടന്നു വരികയാണ്. സമാധാനം വരികയാണ്, സന്തോഷം വരികയാണ്, സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയാണ്, ഒത്തൊരുമകൾ ഉണ്ടാവുകയാണ്, ബർക്കത്ത് ഉണ്ടാവുകയാണ്, കിട്ടുന്നത് തികയുകയാണ്. നിന്റെ ജീവിതം തന്നെ സ്വർഗമാവുകയാണ്. നിന്റെ വീട് സമാധാനം തരുന്ന ഒരിടമാവുകയാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖനാ എന്ന് ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഖുർആനിനെ ആദരിച്ചോ, ഖുർആനിനെ ബഹുമാനിച്ചോ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തോ. അല്ലാഹുവേ ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഹാഫിളീങ്ങളായ മക്കള് സനദ് വാങ്ങിയ മജ്ലിസാണ്, ഖുർആനിനെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണേ. എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നീ ഖുർആനെന്ന് തുടരണേ ചെറുപ്പക്കാരാ. എന്റെ വാപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, ഒരേ ഒരു വസിയത്തേ ഉള്ളൂ, സ്നേഹത്തോടെ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കൈകൊണ്ട് തൊടണേ. ഒരായത്തെങ്കിലും പാരായണം ചെയ്യണേ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എല്ലാ ദിവസവും ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.